ഈ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? ദക്ഷിണ കൊറിയയാണ്. ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ. ഇന്ന് ജൂൺ 5 ആഗോള പരിസ്ഥിതി ദിനം. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കാൻ, അതിനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമ്മെ ഉണർത്തുന്ന ഒരു ദിനമാണ്. 1972 ഐക്യരാഷ്ട്ര സംഘടന തുടങ്ങിയ ഈ ദിനം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരുമിച്ച് നിർത്തുകയാണ്. ഇന്ന് നമ്മുടെ ഭൂമി കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ്, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, ജലദൂഷണം, ജൈവവൈവിധ്യത്തിൻ്റെ നഷ്ടം എന്നിവ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമല്ല ഭാവി തലമുറകൾക്കും വലിയൊരു ഭീഷണിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുക, അത് നമ്മെ സംരക്ഷിക്കും എന്നതാണ് ഈ ദിനത്തിൻ്റെ സന്ദേശം. നമ്മുടെ ഭൂമി നമ്മുടെ വീടാണ്. അതിനാൽ അതിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളാവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതി സംരക്ഷണവും ഒരു ദിവസം മാത്രം ആചരിക്കേണ്ട ഒന്നല്ല. അത് ഓരോ ദിവസവും ജീവിതശൈലിയായി കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശീലിക്കണം. എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിനാശംസകൾ. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കാറ്റിനു കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും. കാറ്റിനു കുളിരേകി മണമേകിടും നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും. അരുവിതൻ കുളിരിന്നു കൂട്ടായി നിന്നിടും. അരുമയാം മണ്ണിനെ മുറുകെ പുണർന്നിടും. മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ. മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ. അകതാരിലൂറുമീ ബോധത്തിലെന്നുമീ തരുനിരകളെ തൊഴുക നിത്യവും നാം. അകതാരിലൂറുമീ ബോധത്തിലെന്നുമീ തരുനിരകളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം.